ഫക്രുദ്ദീൻ അലി ഫക്രുദ്ദീൻ അലി ഇപ്പോൾ ജലീൽ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജലീൽ ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഈ സ്വർണം വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ടാക്സ് അടയ്ക്കാതെ കൊണ്ടുവരുന്നത്. അതാണല്ലോ സ്വർണ്ണക്കടത്ത്. അതിൽ ഞങ്ങൾ അധ്വാനിച്ച് കിട്ടിയ പണമാണ്, അത് ടാക്സ് ആയിട്ട് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് കരുതുന്ന മുസ്ലിം ജനവിഭാഗമുണ്ട് എന്ന്, അതിൽ മതപണ്ഡിതന്മാർ വരെ ഉണ്ട് എന്ന് ജലീൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹവാലയും അങ്ങനെ തന്നെയാണ്. ഹവാലയായിട്ട് കൊണ്ടുവന്നാൽ പോരെ, ഞങ്ങൾ ബാങ്ക് വഴി എന്തിനാണ് കൊണ്ടുവരുന്നത്, ഞങ്ങൾ അധ്വാനിച്ച് പണമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതായത് ഇതൊന്നും ഒരു തെറ്റല്ല എന്ന് മതം കരുതുന്നു എന്നാണ്. അതായത് മതം അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നാണല്ലോ അദ്ദേഹം അർത്ഥമാക്കുന്നത്. അത് വെച്ചുകൊണ്ട് ജലീലിന്റെ ഈ വാക്കുകൾ അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതിനെ അത് സത്യമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, നമ്മളൊക്കെ ഈ മദ്രസ പഠിച്ചിട്ടുള്ള ആളുകളാണ്. നമ്മളൊന്നും മദ്രസയിൽ നമ്മളൊന്നും അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള ചിലതൊക്കെ നമ്മൾ കേട്ടതെന്ന് വെച്ചാല് ഈ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാനും ദേശീയതകളെ തകർക്കാനും വേണ്ടിയിട്ട് സിമി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ മുമ്പുണ്ടായിരുന്നു. ഇവരാണ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരം കാര്യങ്ങളെയൊക്കെ അതിനെ നേരിട്ട് ആ രീതിയിലല്ല എങ്കിലും എന്താ പറയുക, ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള ക്രിറ്റിസിസം, ജനാധിപത്യത്തോടുള്ള ക്രിറ്റിസിസം എന്നൊക്കെ പേരിൽ നമ്മൾ കണ്ടത് മുസ്ലിംസിന്റെ ഇടയിലുള്ള വളരെ ചെറിയ ന്യൂനപക്ഷം എന്നാൽ വലിയ വലിയ ബുദ്ധിജീവികളാണ്. ഈ മുസ്തഫ മുണ്ടുവാനെ പോലും മൂപ്പര അറിയാതെ മൂപ്പരെ ബുദ്ധിനെ സ്വാധീനിക്കുന്ന പത്രങ്ങളെ കടത്തുന്ന ആളുകളാണ്. മുസ്തഫ മുണ്ടുവാനൊക്കെ അവർക്ക് എതിരാണ്, പക്ഷെ അവർ പോലും അറിയാതെ അവരുടെ ബുദ്ധിനെ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മളെ ഈ സാമ്പ്രദായിക മദ്രസകളിലോ ഒന്നും തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാണ്, ഞാൻ പറയുന്നത് എന്റെ എപ്പോഴത്തെ പ്രയോറിറ്റി ഫസ്റ്റ് മൈ കൺട്രി ഇന്ത്യ ആൻഡ് സെക്കൻഡ് മുസ്ലിം. ഇത് രണ്ടിലും കോംപ്രമൈസ് ഇല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ മുസ്തഫ മുണ്ടുവാ പറഞ്ഞാലും ഇപ്പം ഈ പറഞ്ഞ BJPന്റെ മാഷ് പറഞ്ഞാലും എനിക്ക് ഈ രണ്ട് കാര്യത്തിൽ ഒരു കോംപ്രമൈസിൽ എനിക്ക് ഒരു തന്നെ സർട്ടിഫിക്കറ്റും വേണ്ട. അപ്പൊ നമ്മളൊക്കെ ആ നിലപാടിലൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷം, അതുപോലെ തന്നെ ഞാൻ പഠിച്ച സുന്നി മദ്രസയിലാണ്. സുന്നി മദ്രസ ഇപ്പം അത് അന്ന് APEK ഉണ്ടായിരുന്നില്ല, EK വിഭാഗത്തിന്റെ സുന്നി മദ്രസയിലാണ് പഠിപ്പിച്ചത്. അന്ന് അവിടുത്തെ മദ്രസ പഠന രീതികളോടൊക്കെ വലിയ യോജിപ്പുണ്ട ആളാണ് ഞാൻ. മുസ്ലിയാർ വന്ന് അറബിയിൽ കുറെ ഓത്ത് പഠിപ്പിക്കും, അതിന് അർത്ഥമൊന്നും മര്യാദയ്ക്ക് പറഞ്ഞു തരില്ല, നമ്മൾ വെറുതെ ഓതി പഠിക്കും. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ സ്പെഷ്യൽ ട്യൂഷനൊക്കെ നടത്തിയിട്ടും എന്റെ വീട്ടിലുള്ള ആളുകൾ എന്നെ ഇൻഡപ്ത് പിന്നെ ഖുർആനും ഹദീസുകളും അതുപോലെ തന്നെ ഇസ്ലാമിക നിയമസംഹിതയൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതർവൈസ് അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇനി ജലീൽ പറഞ്ഞ കാര്യം, ഇതിപ്പോ മുസ്ലിങ്ങൾ അങ്ങനെ മുസ്ലിംസ് ആണ് കൂടുതൽ ഈ പറഞ്ഞ കള്ളക്കടത്തിന്റെ ഭാഗമായിട്ടുള്ളത്, എസ്പെഷ്യലി മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ ഭാഗമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള എന്താ പറയാ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പം അങ്ങനെ ഇല്ലാതെ എങ്ങനെയാണ് ആ രീതിയിൽ ഒന്ന് കൊണോട്ട് ചെയ്യാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ആ രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇപ്പോൾ പണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാര്യാത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഇടയിലാണെന്ന് ഒരു വിശ്വാസമുണ്ട്. ഞാനൊക്കെ വിശ്വസിച്ചു, കാരണം ഞങ്ങളൊക്കെ ചുറ്റുപാടില്ല, ഇപ്പല്ല, ഞാനത് കണ്ടിരുന്നു മുമ്പ്. പക്ഷെ ആ സച്ചാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒഫീഷ്യൽ രേഖയാണല്ലോ നമ്മൾ കാണുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബഹുഭാര്യാത്തമുള്ളത്, വേറൊരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ആ കമ്മ്യൂണിറ്റിന്റെ പേര് പറഞ്ഞ കമ്മ്യൂണിറ്റി ഒരു മോശം കമ്മ്യൂണിറ്റി ആയെന്ന് എനിക്ക് ധാരണയില്ല. അങ്ങനെ പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാവണ്ട എന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പേര് പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത്തരം ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് വളരെ ഒതന്റിക് ആയിട്ടാണ് പറയേണ്ടത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഇത് എവിടെയാണ് പറഞ്ഞത്? വിസ്റ്റൺ ഗ്രൂപ്പിന്റെ പരിപാടിയില്ല. ബെസ്റ്റ് സ്ഥലമാണ് വിസ്റ്റൺ ഗ്രൂപ്പ്. വിസ്റ്റൺ ഗ്രൂപ്പിന്റെ നേതാവ് എനിക്ക് തോന്നുന്നു, ഇല്ലെങ്കിൽ മുസ്തഫ മുണ്ടുവാദൊക്കെ അവിടെ ഉണ്ടല്ലോ, ഞാൻ തെറ്റു പറയാൻ തിരുത്തണം. ഞാൻ മനസ്സിലാക്കിയ മുജാഹിദ് വിഭാഗമാണ് ഈ MM അക്ബറൊക്കെ അതിന്റെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആണെങ്കിൽ ഈ MM അക്ബറിന്റെ ഒക്കെ സഹോദര സമുദായത്തോടുള്ള സ്നേഹം എന്താണ് എന്ന് നമ്മുടെ മാഷിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സന്ദീപാനന്ദഗിരി സ്വാമികള് അദ്ദേഹത്തിന്റെ ടോക്ക് പറയുന്നുണ്ട്. ഇവരേത് രീതിയിലാണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. ഇതിപ്പോ മുസ്തഫ മുണ്ടുവാന്റെ പ്രസ്ഥാനത്തിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാകും കുറച്ചുകൂടെ സത്യസന്ധത ഉണ്ട്. കാരണം അവരൊന്നും ആ രീതിയിലോ നിലപാട് പുലർത്തുന്ന ആളല്ലേ, ഹിന്ദുക്കളെയൊക്കെ തന്നെ സഹോദരങ്ങളായി കരുതുന്ന ആളുകളാണ്. പക്ഷെ ഈ പറഞ്ഞ വിസ്റ്റൺ ഗ്രൂപ്പ് ഏത് രീതിയിലാണ് സഹോദരനായി കാണുന്നതെന്ന് നമ്മുടെ ഇയാള് പറയുന്നുണ്ട്. സന്ദീപാനന്ദഗിരി എന്ന് വെച്ചാൽ RSS അല്ലല്ലോ. അപ്പൊ എവിടെയാന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അതിൽ എനിക്കൊരു ഷോക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവെ നിങ്ങളിങ്ങനെ മാസ് മർഡർ, മയക്കുമരുന്ന് കള്ളു കുടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടൊക്കെ മൊത്തം ആളുകളെ തല്ലിക്കൊല്ലുന്ന കേസുകളിലൊന്നും പൊതുവെ മുസ്ലിങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ പല കൊലക്കേസുകളും കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിനിടയിൽ മുസ്ലിംസിന് അങ്ങനെ നമ്മളധികം കേട്ടില്ല, വേറെ ചില കമ്മ്യൂണിറ്റീസ് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഇസ്ലാമില് എസ്പെഷ്യലി ഈ പറയുന്ന ഒരാൾ കുടുംബത്തില്, ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ തന്നെ നമുക്കറിയാം, ഒരാള് വിഷം കുടിച്ച് മരിച്ച ആളുകൾക്ക് അത്ര വിഷം ഉണ്ടാകില്ല. പക്ഷെ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണത്. അതുപോലെ പലിശ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. അതേപോലെ
ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ കൊടിയ കുറ്റമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് ആത്മഹത്യ കുറവാണ്, റേറ്റ് കുറവെന്ന് എന്ന് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇസ്ലാം മദ്രസകളൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹ് തന്ന ജീവൻ നമുക്ക് എടുക്കാനുള്ള അവകാശമില്ല എന്നുള്ളത്. പക്ഷേ അടുത്ത് നടന്ന ചില സംഭവങ്ങൾ നമ്മളെ വളരെയധികം ഞെട്ടിക്കുന്നുണ്ട്. അത് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട വിഷയം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ കൂടുതൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നല്ല അദ്ദേഹം അർത്ഥമാക്കുന്നത്, ഇതിന്റെ ഇടപാടാണ്. അവിടെയാണല്ലോ അദ്ദേഹം പണത്തിനു വേണ്ടിയുള്ള ആർത്തി എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഇടപാടുകാരായി ക്യാരിയേഴ്സായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വർണ്ണക്കടത്തിന്റെയും ഹവാലയുടെയും കാര്യം വന്ന സമയത്ത് അദ്ദേഹം ഒരു 5 മാസം മുമ്പ് പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. അപ്പോൾ ജലീൽ തുടർച്ചയായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ 5 മാസം മുൻപ് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വന്നത്. ഹവാല ഇടപാടിലൂടെയും സ്വർണ്ണക്കടത്തിലൂടെയും വരുന്ന പണം ഈ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന രീതിയിലുള്ള ആ ഒരു ഹിന്ദുവിലെ അഭിമുഖമുണ്ടല്ലോ, അത് വലിയ രീതിയിൽ വിവാദമായി മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള ഒരു സംഭവം വന്നപ്പോഴാണ് ജലീലിന്റെ ആ പ്രസ്താവന അതിനോട് ചേർത്ത് വായിച്ചുകൊണ്ട് വന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞത് മതപണ്ഡിതന്മാർ പോലും ഈ സ്വർണ്ണക്കടത്ത് കുഴപ്പമില്ല എന്ന് പറയുന്നവരും അത് ചെയ്യുന്നവരുമാണ് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ചില തിരുത്തലുകൾ അദ്ദേഹം അതിൽ വരുത്തിയതുമാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ ഈ ഉപയോഗിക്കുന്നവർ എന്ന രീതിയിലല്ല അദ്ദേഹം പറഞ്ഞത്, ഈ ഇടപാടുകാർ, ക്യാരിയേഴ്സ്, പണം ഉണ്ടാക്കുന്നവർ എന്ന രീതിയിലാണ്. ശ്രീ ഫക്രുദ്ദീൻ, അങ്ങനെ ഒരു വ്യത്യാസമില്ലേ അതിൽ? അല്ല, ഞമ്മക്ക് അറിയാത്ത കാര്യം എന്ന് വെച്ചാൽ മൂപ്പര് ഇന്നും ഇന്നലെ എന്നല്ലല്ലോ. മൂപ്പര് എന്നെ പോലെയല്ലേ, ഞാൻ കോൺഗ്രസ് കുടുംബത്തിൽ വന്ന മലബാറിൽ കോൺഗ്രസ് മുസ്ലിം കുടുംബം പണ്ട് ഇവരൊക്കെ കാഫിറുകളായി കരുതിയ, പിന്നാണ് ഇവര് അധികാരം കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് ഈ കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളായ മൊയ്തു മൗലവി ആണെങ്കിലും എന്റെ ഉപ്പൂപ്പയാണെങ്കിലും ഇവരൊക്കെ തന്നെ മുസ്ലിംസായി അംഗീകരിച്ചു തുടങ്ങി. അതുകൊണ്ടത്തെ ജലീൽ അങ്ങനെ കുടുംബത്തിൽ വന്നതല്ലോ. ജലീലിന് മുമ്പ് അറിയില്ലായിരുന്നു, പഠിക്കുന്ന കാലത്ത് അറിയില്ലായിരുന്നു, ലീഗായ സമയത്ത് അറിയില്ലായിരുന്നു, ഇടതുപക്ഷ സഹായത്തിനായിരുന്ന ആദ്യ കാലത്ത് അറിയും. മൂപ്പർക്ക് എന്താ ഈ വെളിപാടുകളൊക്കെ കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്കുള്ളൂ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം മുണ്ടുവാക്കൊക്കെ അറിയാം. ഞാൻ മൂപ്പര് ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പം പറയുന്നത്? പിന്നെ പറയാനെടുത്ത വേദിയുമാണ്. അതാണ് എനിക്ക് അതിന്റെ ഒരു ആത്മാർത്ഥതയിൽ ഒരു വലിയൊരു സംശയമുള്ളത്. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹറാമായ രീതിയിൽ ഉണ്ടാകുന്ന ഏതൊരു രീതി പിന്നെ എന്താണ് സമ്പത്ത് ആർജിക്കുന്ന തെറ്റാണെന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അത് ഈ പറയുന്നത് പോലെ അങ്ങനെ അത് ഇവരുടെ കുട്ടികൾ ഇപ്പൊ ജലീലിനൊക്കെ അറിയുന്ന കുട്ടികളൊക്കെ എനിക്കറിയുന്ന കുട്ടികളായി, ഞാനൊക്കെ അറിയുന്ന മുസ്ലിം കുട്ടികൾ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒന്നെങ്കിൽ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ ലീഗുകാരുടെ മക്കളാണ്. അവരൊന്നും ആ രീതിയിൽ ഒരു പ്രശ്നക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ജലീലിന് അറിയുന്ന ചില കുട്ടികളായിരിക്കും അങ്ങനെ ആവുന്നത്. അത് ജലീലിനെ പോലുള്ള ആളുകൾ തന്നെയാണ് പരിഹരിക്കണം. അതിന് മൂപ്പര് മന്ത്രിയും അതുപോലെ തന്നെ MLA-യും എല്ലാം ആയതുകൊണ്ട്, മുമ്പത്തെ ലീഗിന്റെ നേതാവ്, അതിന്റെ വേറെ പലതിന്റെ നേതാവായതുകൊണ്ട് നമ്മളെക്കാട്ടൊക്കെ സ്വാധീനം മൂപ്പർക്ക് ഉണ്ടാവും. അത് മൂപ്പര് നിശബ്ദമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ഇതൊരു മൂപ്പര് ഈ വിസ്റ്റം ഗ്രൂപ്പിന്റെ പരിപാടി പറഞ്ഞാൽ മൂപ്പർക്ക് അറിയാം ഇത് പബ്ലിക്കായി പോകുന്നു. അപ്പൊ അത് ഏറെ എവിടെ കൊള്ളണമെന്ന് മൂപ്പർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ എനിക്ക് മുസ്ലിം നേതൃത്വത്തോട് ലക്ഷ്യവും കാണുമല്ലോ. അല്ല, ജലീലിന്റെ അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നതിന് പിന്നിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് മൂപ്പര് ഇതുവരെ ഒന്നും കാണാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് അറിയാലോ, കൺസിസ്റ്റന്റ് ആയി പറയുന്ന ആളുകളെ നമുക്ക് ഇപ്പം ഹമീദ് എന്ന മംഗലം എനിക്ക് പല കാര്യത്തിൽ വലിയ വിയോജിപ്പുള്ള ആളാണ്. മൂപ്പര് വിശ്വാസിയല്ല, പക്ഷെ അങ്ങനെ കൺസിസ്റ്റന്റ് ആയി ഒരേ കാര്യം പറയുന്നുണ്ട്. അതുപോലെ മുസ്തഫ മുണ്ടുവ അദ്ദേഹം ആയിരുന്നു എനിക്ക് വിയോജിച്ചു. ഞാനിവിടെയൊക്കെ ഞാൻ മുസ്ലിമുമാണ്, അതേസമയം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വിയോജിക്കുന്ന ആളുമാണ്. അപ്പം അമീദു അല്ല, മുസ്തഫ മുണ്ടുവാകയല്ല, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മുസ്തഫ മുണ്ടുവാകായിട്ട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇത് ഈ കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നത്. പിന്നെ വേറെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈ RSSകാർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ നിങ്ങളിപ്പോ അതിന്റെ പുറത്ത് എന്നെ സംഖ്യ എന്ന് വിളിച്ചാൽ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, ഞാനതൊന്നും നോക്കി ജീവിക്കുന്ന ആളല്ല. ഈ RSSകാർക്ക് ഈ മുസ്ലിം വിരോധം ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ RSSന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഗോപാലൻകുട്ടി ആശ ഞങ്ങളെ നാട്ടുകാരനാണ്, എന്റെ വാപ്പാന്റെ കടുത്ത സുഹൃത്താണ്. അതുപോലെ വേറെ ഇന്ത്യയിലെ വലിയ നേതാവ് സർസംഘ് ചാലകാണ്. അദ്ദേഹം ഒക്കെ തന്നെ അവർക്ക് ചില ഫണ്ടമെന്റൽ വിഷയങ്ങളുണ്ട്, അത് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അവര് എപ്പോഴാണ് ഈ മുസ്ലിം വിരോധം, പിന്നെ ഗുരുജിയുടെ ചില സാധനങ്ങളാണ് കോട്ട് ചെയ്യുക. അതിന്റെ അപ്പുറത്ത് ഇവരെല്ലാം ഇന്ത്യയുടെ ഭാഗമാണെന്നും ഗുരുജി തന്നെ പറയുന്നിട്ടുണ്ട്. നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന നമ്മുടെ സഹോദരങ്ങളാണെന്ന് ഗുരുജി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നത് ശരിയാണെങ്കിൽ. അപ്പൊ സത്യത്തിൽ RSS എന്നൊരു ഭൂതത്തെ കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിക്കാൻ നോക്കിയാണ് പലരും. അത് തിരിച്ചറിയേണ്ടത് മുണ്ടുപാകാനൊക്കെ പോലുള്ള ആളുകളാണ്. അവരൊക്കെ തന്നെ RSSകാരായിട്ട് സംസാരിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേൾക്കണമെന്നില്ല, എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ശരി, അപ്പോഴും ഈ ജലീലിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തിൽ അതിലെ ഒരു രാഷ്ട്രീയ ഉദ്ദേശം താങ്കൾ സംശയിക്കുന്നുണ്ടോ?
പല ഉദ്ദേശങ്ങളും എനിക്ക് ഉണ്ട്. കാരണം ഇതായത് കൺസിസ്റ്റന്റ് അല്ലാത്തത് കൊണ്ടും എപ്പം പറഞ്ഞു എന്നുള്ളത് കൊണ്ടും ആ പറഞ്ഞ സാഹചര്യത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ പ്രത്യേകതകളൊക്കെ കൊണ്ട്. കാരണം ഇത് കൺസിസ്റ്റന്റ് അല്ല, അതാണ് പ്രശ്നം. പറഞ്ഞ കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ ഒരു നയമാറ്റത്തിന് സൂചനകൾ വരുന്നുണ്ടല്ലോ. അതുമായിട്ട് തട്ടിച്ചു നോക്കുന്ന എന്തെങ്കിലും ജലീലിന്റെ ഈ സമീപകാലത്തെ പരാമർശങ്ങളിൽ ഉണ്ടോ? സ്വന്തം സമുദായത്തിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഇത്തരം സംസാരങ്ങൾക്ക് ലോക്സഭ ഇലക്ഷൻ അല്ലേ, ലോക്സഭ ഇലക്ഷനിൽ തോൽക്കട്ടെ എന്നാണ് CPM വിചാരിച്ചത്. നാട്ടുകാരുടെ ആന്റി ഇൻകംബൻസി മൊത്തം അങ്ങനെ തീരും. പിന്നെ പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനിൽ അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാക്കുക. അത് പിന്നെ അവരുടെ ലീഡർഷിപ്പിന്റെ കാഞ്ഞ ബുദ്ധിയാണ്. അതല്ല ഇതിന്റെ പ്രശ്നം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ CPM ഇപ്പം കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ CPM മുസ്ലിം ലീഗിനെക്കാട്ടും അതല്ലെങ്കിൽ കോൺഗ്രസിനെക്കാട്ടും ഒക്കെ തന്നെ ഭയങ്കര മുസ്ലിം സ്നേഹം കാണിക്കുന്ന ഒരു പാർട്ടി അടക്കം. അതിനുദാഹരണമായിട്ട് ഹമാസിന്റെ വിഷയം, നമ്മളൊക്കെ പാലസ്തീനികളെ കൂടെയാണ്. പക്ഷെ ഹമാസ് ഈ പറഞ്ഞ നെതന്യാഹുവിന്റെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ട് അവിടെ പോയി 100 ജൂതന്മാരെ കൊന്ന് കുറെ ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ പറയുന്നതിന്റെ മാതിരി പിന്നെ ഒരു യുദ്ധം ഇരന്ന് മേടിച്ചിട്ട് ആ ഹമാസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ ഹമാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടത്തിയിരുന്നവര്. അപ്പൊ അതെല്ലാം തന്നെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയി ഇപ്പം മനസ്സിലാവുകയും കൂടുതൽ റിയലിസ്റ്റിക് ആവുകയും ചെയ്തു. CPM അതിന്റെ ഓർജിനൽ നിലപാടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും കൂടുതൽ റിയലിസ്റ്റിക് ആവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ മുമ്പത്തെ പോലെയുള്ള ഇത്തരം വൈകാരികമായ നിലപാടുകൾക്ക് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് ഈ പാർട്ടിക്കാർക്കല്ല, പാർട്ടിക്കാർക്ക് ഇതിൽ ധാരണയുണ്ട്. പാർട്ടിക്കാർ ചാരി നിൽക്കുന്ന പല ആളുകൾക്ക് തോന്നുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നമാണ് ഇവർക്ക്. പ്രധാനമായിട്ട് ആ പാർട്ടിയിൽ തന്നെയുള്ള ആളല്ലേ നമ്മുടെ ആരിഫ് അത്ര കൃത്യമായി കൺസിസ്റ്റന്റ് ആയ നിലപാടുകൾ എടുത്താൽ പോകുന്നത്. അനാവശ്യമായിട്ട് ഒരു വാക്ക് ആരിഫിന് അറിയോ? ആരിഫ് കൃത്യമായി 5 നേരം നിസ്കരിക്കുകയും പിന്നെ പള്ളിയിൽ പോയി നോമ്പെടുക്കുകയും ചെയ്യുന്ന മുസ്ലിമാണ്. അപ്പൊ ആരിഫ് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ഇതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. ശരി ശ്രീ